ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് കറിയുടെ റെസിപ്പി നോക്കാം. ഓംലെറ്റ് കറി സാധാരണ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിത് ഒരു നാടൻ രീതിയിലുള്ള റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ചോറിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതും ചെയ്യുക. വലിയ വലിയ പ്രൊസീജിയറുകളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ റെസിപ്പി നോക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓംലെറ്റ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട ഞാനൊരു ബൗളിലൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് അതും ചെറുതായി കട്ട് ചെയ്തതും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോണ്ട, നമ്മളിനി കറിയിൽ വേറെ ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു നുള്ളു തന്നെ ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നാടൻ രീതിയിലുള്ള കറി ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല, 2 പ്രാവശ്യമായിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതൊന്ന് മറിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് അടുത്ത ഓംലെറ്റ് റെഡിയാക്കാം. ഇപ്പോൾ 2 ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി വളരെ ചെറുതുമല്ല വളരെ വലുതുമല്ല, അങ്ങനൊരു സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഓംലെറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ വലുപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ള കറി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി മൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാൻ 2 സവാള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഓൾറെഡി പച്ചമുളകും ചേർത്തിട്ടുണ്ട്, പിന്നെ ഓംലെറ്റിലും പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അത് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളിലെ പച്ചമണം മാറുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളിലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റ് പീസസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് ഓംലെറ്റിലേക്ക് നന്നായിട്ട് പിടിക്കണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. മേലെ എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി കുറച്ച് കുറുകിയ രീതിയിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് മല്ലിയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. പക്ഷേ അതൊരു നാടൻ കറി ആയതുകൊണ്ട് ഞാൻ കറിവേപ്പില തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഓംലെറ്റ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ പറയൂ. ഇതിന് മുൻപ് ഷെയർ ചെയ്തിട്ടുള്ള കുറേ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്